സത്യത്തില് പാമ്പിനെ കണ്ടോ? എത്ര വലിപ്പുണ്ട് പാമ്പിന്? എത്ര? ശരിക്കും എത്ര ഉണ്ട്? പോരാ, അതിന്റെ ഉള്ളിൽ പാമ്പിനെ കണ്ടു പറയുന്നത് നന്ദ. പാമ്പ് പറഞ്ഞ എങ്ങനെയാണ്? എങ്ങനത്തെ ഷേപ്പാ പാമ്പിന്റെ? ഷേപ്പ് എന്താ? ബ്ലാക്ക് ആണോ? എന്താ ഷേപ്പ്? ഇങ്ങനെയാ? കാലൊക്കെ ഉണ്ടോ പാമ്പിന്? ഇല്ല. ഇങ്ങനെയാ പോയത്? ഇവിടെ വാടാ. അതെ, ഇവിടെ ഒരു ചേരുണ്ട് കേട്ടോ. അപ്പൊ സത്യമാവും പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവിടെ കണ്ടു എന്നാ പറയണേ. അമ്മ പോയി നോക്കിട്ട് വരാം. അമ്മ നോക്കട്ടെ, പാമ്പുണ്ടോ നോക്കട്ടെ. ശരിക്കും പാമ്പുണ്ടോ? ചന്തു നോക്കണ്ട, ചന്തു ഇങ്ങ് കേറ്. വാ കേറ്, കേറടാ. ആ കേറടാ. ഇല്ല പൊന്നു, ഇത് അമ്മേന്റെ വീട്ടിലെ പാമ്പല്ലേ, അമ്മ വളർത്തുന്ന പാമ്പാണ്. നമുക്ക് ഉള്ളിൽ കയറാം അല്ലേ? എന്നാ അതാ ഞാൻ മുറ്റത്ത് ഒറ്റയ്ക്ക് ഇറങ്ങി കളിക്കരുത് പറയണത്. വാ ചന്തു കയറ്. ചന്തു ഒപ്പയ്ക്ക് കല്ലു കൊടുത്ത് പാമ്പിനെ എറിയലോട് എറിയലാ. വാ വാ വാ, എറി എറി, നടക്ക് നടക്ക്, കേറ് കേറ്. പാമ്പ് വരും, ഇറങ്ങ്, കേറടാ. ആ വാ ചന്തു കേറ്. നന്ദ കരയി നോക്ക്, കേറടാ. ഈ ചന്തു വരുന്നില്ല പൊന്നു, അതുകൊണ്ട് അമ്മ. വാ വാ കേറ് കേറ്. ചന്തുവിനെ എടുക്കണ്ടേ? ചന്തുവിനെ എടുക്കണ്ടേ പിന്നെ? വാ വാ വാ. ചിക്കു, ഈ ചന്തുവിനെ കയറ്റിക്കേ. വന്നാ പാമ്പിനെ പിടിക്കാൻ നടക്കണം. അമ്മ വരും, അമ്മ വരും. ഒന്നും പറ്റൂല പൊന്നെ. അമ്മ ഇവിടേക്ക് കേറി അവൾക്ക് ആശ്വാസമായി. ഈ ഇവിടെയാണ് കണ്ടത്. ചന്തു പാമ്പ് വന്നോ? ആ, ഓ പാമ്പിനെ കല്ലെറിയാൻ നടക്കുന്നത് ഇവിടെ കേട്ടാ. ഓൻ അതാണ് നടക്കുന്നത്. കേറാവത്ത്. എവിടെ പാമ്പ്? ആ, ഇനിയിപ്പൊ നിങ്ങൾക്കും പാമ്പിനെ കാണണം. പാമ്പല്ല, അത് ഇവിടെ സ്ഥിരം ഒരു ചേര വരലില്ലേ? കുട്ടി എന്തിനാ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയത്? ആണോ? സാരല്ല, നമുക്ക് കേറിക്കോ. വാ. ആ പാമ്പുണ്ട്, വാ കേറ്. പാമ്പുണ്ട്, കേറ് കേറ്. ഇതാ പറയുന്നത്, ഇയമ്മ വരാതെ എങ്ങോട്ടും പോവരുത് കേട്ടാ. ആ ഇതാ വാ കേറ്. അത് വരൂല, ഇങ്ങോട്ടൊന്നും വരൂല. അയ്യോ, പാമ്പിനെ കാട്ടി വലിയ പ്രശ്നം ഇവിടെ നടന്നു. പിടിക്കണേ, അവിടെ പാമ്പുണ്ട്. എന്താ പാമ്പുണ്ട് അവിടെ? ഓൻ അവിടെ നിക്ക് നോക്ക്. എന്നെ കടിക്കട്ടെ പാമ്പ്. ഇതേതാ മുതല്? ഇന്നയോ? രക്ഷപ്പെട്ടൂലേ നമ്മള്? രക്ഷപ്പെട്ടു. പാമ്പ് ഇനി കൂട്ടുകാരേണ്ട. ഇല്ല പൊന്നു, അത് ഇവിടെ ഉണ്ടല്ലോ. ഇയമ്മയൊക്കെ പണ്ട് മുതലേ കാണുന്ന ഒരു ചേരക്കുട്ടനാണ്. ആ കുട്ട പാവാണ്, അത് വീട്ടിലൊന്നും വരൂല. പേടിക്കണ്ട അമ്മേന്റെ മോള് കേട്ടോ. ആ കുച്ചേട്ടനെ പോലെ പാവാണ്. എല്ലാരും വീട്ടിലും പാമ്പ് വരും. ഇത് പാമ്പ് വന്നില്ലല്ലോ, നമ്മളെ വീട്ടിക്ക് വന്നില്ലല്ലോ. ആ ചെടീന്റെ ഉള്ളിലാണ് അതിന്റെ കുട്ടികളൊക്കെ താമസിക്കുന്നത്. അപ്പൊ ഒന്ന് കാണാൻ വന്നതാ കേട്ടോ. എല്ലാരും വീട്ടിലും പാമ്പുണ്ട്. ഓക്കെ, എന്റെ പൊന്നെ കുടുങ്ങി ഞാന്. എന്തായാലും നമ്മളെ വീട്ടിക്ക് പാമ്പ് വരൂല. ഓക്കെ, ആ സ്റ്റെപ്പ് ഒന്നും കേറാൻ പാമ്പിന് അറിയില്ല. ഓക്കെ ഓക്കെ അല്ലേ? നീ കരയല്ലേ? ചാടാ അതിന് കാലില്ല പൊട്ടൂച്ചേ, മണ്ടൂച്ചേ. നീന്തി വരാൻ പറ്റൂല, ടൈൽ മുക്കോടെ അതിന് എഴയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മളെ വീട്ടിക്ക് വരൂല. ഓക്കെ, ഹാപ്പി? അങ്ങനെയൊന്നും കേറാൻ പാമ്പിന് പറ്റൂല. പാമ്പിന് കാലില്ലല്ലോ. ഓക്കെ, പേടിക്കണ്ട കേട്ടോ.
ആ പൂച്ച കടിക്കും പാമ്പിനെ, അതുകൊണ്ടും പാമ്പ് നമ്മളെ വീട്ടിലേക്ക് വരില്ല. നമ്മളെ വീട്ടില് പൂച്ചല്ലേ. ആ അമ്മ വെക്ക ചിക്കു ആ പൂച്ചേനെ എടുത്തിട്ട്. നമ്മുടേതല്ല, നമ്മുടേത് ഇങ്ങനെയല്ല, ഇത് വേറെ ഏതോ. ഇത് അതന്നെ എനിക്കും അറിയാത്തത് ഏത്. ചിക്കോ ആ പൂച്ചേനെ പിടിച്ച് അവിടെ കൊണ്ടുപോയി. ആ പൂച്ച ആദ്യം ഓടും. അന്റെ പൂച്ചേനെ പിടിച്ച് അവിടെ കൊണ്ടിട്. പൂച്ച ആദ്യം ഓടും, പാവാണ്. പോയി പാമ്പിനെ പിടിക്കടാ. പാമ്പിനെ പിടിക്കാൻ ഞാനൊരാളെ ഇറക്കുന്നുണ്ട്. വാ മോനെ, ഒരു പാമ്പുണ്ട്, ഒന്ന് പിടിച്ചിട്ട് വന്നേ. നോക്ക്, ഇവിടെ ഒരു പാമ്പുണ്ട്, ഈ പിടിക്കണം. ഓക്കെ, നന്ദ നോക്ക് വന്നില്ല, ജനലിലൂടെ കൂടെ നോക്ക്. നന്ദ വന്നില്ല. കോഴി പാമ്പോ എവിടെ? ഇവിടെ ഒരു പാമ്പില്ല, ഒരു തേങ്ങയില്ലാന്ന്. നീ ഉണ്ടോ? ഏയ് ഒന്നും കാണുന്നില്ലല്ലോ. കണ്ട പൂച്ച വരെ നോക്കി, അവിടെ ഒരു പാമ്പുമില്ല. പൂച്ച അതിനാണ് പോയി നോക്കിയത്. കണ്ടോ, അവിടെ പാമ്പില്ല പറഞ്ഞു. ഓക്കെ, പാമ്പുണ്ടെങ്കി പിന്നെ എന്ത് ചെയ്യും ഞാന്? കളിയാക്കലടാ കുട്ടീനെ, വലിച്ചു കീറോളൂ. ഞങ്ങൾക്കത് ആവശ്യമാണ്. വെറുതെ വേണം, കിട്ടിയില്ല. അക്കുനുള്ള കിട്ടി. അന്നത് വേണ്ട. ചന്തു എങ്ങോട്ടാ പോണ? യമേന്റെ കൂടെ എങ്ങോട്ടാ നമ്മള് പോണ? എന്താ യമേന്റെ ഫ്രണ്ടിനെ കാണാം അല്ലേ? എങ്ങനെ ഉണ്ടാവുന്ന? അക്കുവാണ് ഫിനാൻസ് മാനേജർ. മാറിപ്പോവും. എന്തല്ല അക്കു കൊടുക്കും. അക്കുവല്ലേ നമ്മളെ മാനേജർ. ചന്തു വാ, മെല്ലെ മെല്ലെ ചേർന്നേ. ഇതാണ് എൻ്റെ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് അജ്മല്. അതൊക്കെ ആരുണ്ട്, കഥയാണ്. അയ്യോ വെള്ളമൊക്കെ തരും ഇവിടെ. എന്താ വെച്ചാൽ തരും നമുക്ക്. ഒരു ചേരം കൂടി ഇട്ട് കൊടുക്കണം. കൈ വെക്കരുത് ചന്തു, ഞാൻ കൊണ്ടുപോകില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താ വേണം? അപ്പൊ തന്നെ എന്താ വേണം? എന്താ വേണ്ടേ? ഒന്നും പറഞ്ഞു ആലോചിക്കട്ടെ. തല്ല് കൂടൂല എന്നുള്ള കണ്ടീഷനിലാട്ടോ ചന്തു എന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നല്ല സ്നേഹത്തോടെ വേണം രണ്ടാളും ഇരിക്കാൻ. ഒരടിയൊന്നും കണ്ടിട്ടില്ലല്ലോ. കണ്ടീഷനിലാണ് ഈ സാധനത്തിന് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഒരുങ്ങി നിൽക്കുമ്പോൾ EMI ഞാൻ തല്ലു കൂടൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി. അങ്ങനെ എടുത്തതാണ്. ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഫസ്റ്റ് തല്ല് കഴിഞ്ഞ് സീറ്റ് മാറി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ വാ, എന്നെ കുറിച്ച് പറയട്ടെ. ഇത് എൻ്റെ കൂടെ, ഇത് എന്താ പറയടാ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാട്ടോ +2 എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അജ്മല്. പിന്നെ എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ ഒന്നിച്ച സ്കൂളിൽ പോയിരുന്നതും വന്നിരുന്നതും അത് കഴിഞ്ഞ് ഫുള്ളില്ലേ കുറെ കഥകളുണ്ടായിരുന്നു അല്ലേ? ഇവന് കുറെ കഥകളുണ്ടായിരുന്നു. വേണ്ട, വെള്ളം വേണോ? ഇതാക്കണം, വെള്ളത്തിന് അടിയായി ഇവിടെ. എന്ത് മിക്കവാറും ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചവർ പൈസ വാങ്ങിക്കൂലേ? നല്ല ചൂടാണ്. ആ ചൂടുവെള്ളം കൊടുക്കും. ആണോ? ഓള് കുടിക്കും. ചൂടാട്ടോ? ചൂടുള്ള വെള്ളമാണ് ഇത്, നല്ല വെള്ളം. വെള്ളം എടുത്തോ. ഇത് വേണോ? എടുക്കണോ? ആ ചൂടില്ലാത്ത വെള്ളം. ഇത് ചൂടുവെള്ളം കുടിക്കണേയാണല്ലോ. ആ പൊട്ടിച്ചോ. നല്ല വെള്ളം കുടിച്ചാൽ ഫുഡ് കഴിക്കില്ല. ഓ അക്കുവിന്റെ ഫോണ് കവറിലിട്ടോണ്ട് വാട്ടം.
പുനർനിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കുന്നതിനാവശ്യമായ ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞില്ലേ? മതിയില്ലേ? കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞേ. ഇവിടെ ഇവിടെ ഈ മേലെടുത്ത് വാ. ഞാൻ ബോൾ വാങ്ങിച്ചു തരീ. നീ വാ അങ്ങോട്ട്. എണീറ്റ് ഇയമ്മ പറയണ അനുസരിക്കണം. വേഗം വാ, നമുക്ക് പോണം. വാ. ഓനോട് ഞാൻ ഐസ്ക്രീം വേണോ ചോദിച്ചപ്പോ വേണ്ട. അത് കേട്ടോ മധുരമില്ലാത്ത ചായ. നീ ഡയറ്റ് ആണോ അതോ ഷുഗർ ഉണ്ടോ നിനക്ക്? അക്കൂനെ കാണിച്ചു കൊടുക്കാം. ഇനി ചന്തൂനെ കാണിച്ചു കൊടുക്കാം. ഇനി ഇവിടെ കാണിച്ചു കൊടുക്കാം. ഇവൻ പെട്ടെന്നൊരു മറ്റേ വൈബില്ല. ഞാൻ പറഞ്ഞാൽ ഏറിപ്പോവും. അങ്ങനെ ആയിട്ടുണ്ടോ? അവൻ എന്നോട് പറയാണ് നീ ഹെൽത്ത് ചെക്ക് ചെയ്തോ. എന്താ നീ ഷുഗർ ഇവരങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നേ. വർത്താനം പറയാൻ വന്നിരുന്നതാ. ഓൻ ചോദിക്കുന്നത് എങ്ങനെയാണ്. പിന്നെ ചോദിച്ച കാര്യമാണ് നിനക്കൊരു PSC എഴുതി ഇവിടെ തന്നെ ജോലി നോക്കിക്കൂടായിരുന്നോ? എന്തൊക്കെയൊക്കെ കാര്യങ്ങളാണ് പറയണത്. ഞാൻ പറഞ്ഞു ഈ 35-ാം വയസ്സിൽ ഇനി ഏത് PSC ആണ്? അല്ല നിനക്ക് പണ്ട് നോക്കിക്കൂടായിരുന്നോ? പിന്നെ എന്തുപോലെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എവിടെയോ ഒരു അടി കിട്ടിയില്ല. ഓ അവിടെ ചെയറുണ്ടോ? ഓക്കെ. ഇതിനാണ് ആ വൈബ് എന്ന് പറയാ. നമ്മള് 90s ആണെങ്കിൽ എല്ലാരും ഇപ്പൊ അതാ പറയാ. ക്യാമറ എടുക്കുമ്പോ പറയാൻ പറ്റില്ല. എന്താ നീ പറഞ്ഞേ? അല്ലേ നമ്മളെ ഒരു 30 വർഷം പിറകോട്ട് നോക്കുന്ന 1970 അല്ല 1995 30. അയ്യോ ഞങ്ങൾ ഒന്നിച്ച് അല്ലേ, ചിന്തു, ഞാൻ, അശ്വതി, നീ, ഞങ്ങൾ നടന്ന് വീട്ടിൽ പോയിന്ന ആൾക്കാരാട്ടോ അവരൊക്കെ. അവിടെ ഇരിക്കണോ? അവിടെ ആരും ഇരിക്കൂല. നമ്മളിപ്പോൾ വീട്ടിൽ പോകും. ഓക്കെ, നമ്മൾ വീട്ടിൽ പോകും. നമുക്ക് ബാങ്ക് പോകണം. എന്നിട്ട് EMA ബോൾ വാങ്ങിച്ചു തരും. ഓക്കെ, നമ്മൾ പോവാടാ. എന്നാലും നോക്കിയാ എന്നാ ശരി കേട്ടോ, പോവാണേ. എടാ ചന്തു, EMA കൊണ്ടുപോകില്ലട്ടോ. EMA വീട്ടിലിറക്കും. നോക്കിയാ കിടക്കണ്. EMA വീട്ടിലിറക്കും. EMA കൊണ്ടുപോകില്ല. നീ ഫുള്ള് കച്ചറ അലമ്പില്ലേടാ. ഞങ്ങള് നാളെ രാത്രി അജു പറഞ്ഞ പോലെ മൊത്തം കുത്തി ഉണ്ടാവില്ലല്ലോ. വല്ലാതെ ആക്കണ്ട. ബൈ കേട്ടോ. എടാ പോട്ടെ. ബൈ. നാളെ രാത്രി 10 മണിക്ക് വിട്ടുന്നു. അല്ല, നിലമ്പൂരിന്ന്. സുഭാഷില്ല, ഞങ്ങള് നന്ദ ബാക്കി വാങ്ങിച്ചോ ചേട്ടൻ്റെ കൈ പിടിക്കണം ചന്തു കേട്ടോ. നടന്നു പോകാം. പൈസ വാങ്ങിക്കാനും കൊടുക്കാനാണ് ഇവിടെ തല്ല്. ഇതാ ചന്തുവിനും കൂടി ഒന്ന് കൊടുക്കണേ. ഓക്കെ ശരി കേട്ടോ. രണ്ടാൾക്കും ഒരു ചെയറിൽ തന്നെ ഇരിക്കണോ ചന്തു? കുറച്ച് നീ കൊടുക്കും ചന്തുവിന്. ചന്തു കൂടി ഇരുന്നോട്ടെ അവിടെ. ചന്തു തല്ലുകൂടി ചെയ്യുമ്പോൾ കൊണ്ടുപോകില്ല കേട്ടോ. ഇവിടെ ചെരുപ്പിട്ടൊന്നും ചവിട്ടാൻ പാടില്ല സീറ്റിൽ. അങ്ങനെയാണ്. നന്ദ വണ്ടിയിൽ കൂടെ ഇരിക്കണം. നന്ദ ഒന്ന് നീങ്ങി ഇരുന്ന് കൊടുക്കും. മടിയിലിരിക്കണം. നന്ദന് മടിയിലിരിക്കണം എന്നല്ല, പാവുണ്ട്. മടിയിലിരുന്നു. കുലാവിന്ന് ബോർഡ് കണ്ടപ്പോൾ എന്താണെന്നറിയാൻ നോക്കിയതാട്ടോ ഞാൻ. നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഗോതമ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്താൽ ഞാനിത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിൻ്റെ പേരിങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ബോർഡ് കണ്ടപ്പോൾ ഞാൻ നിർത്തി കഴിച്ചു നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പഴയ മെമ്മറിയൊക്കെ വന്നു. ചിലപ്പം ഈ പേരിലാവില്ല നമ്മൾ കഴിച്ചിട്ടുണ്ടാവുക. ഞാനെന്തായാലും കഴിച്ചൊരു സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
മഞ്ചേരിയിൽ നിന്ന് വണ്ടൂരിക്ക് വരുന്ന വഴിക്കാണ് കേട്ടോ ചേട്ടൻ്റെ കട. എന്തായാലും നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നേ. ഞാൻ അവിടുന്ന് കൂവപ്പൊടിയും വാങ്ങിച്ചു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ. അവർക്ക് അങ്ങനെ ബൾക്കായിട്ട് കൂവപ്പൊടിയൊന്നും ഇല്ല, പക്ഷേ അവർ വീട്ടിലുണ്ടാക്കി അവരെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. കുലാവി വേണോ? ആ ചേട്ടൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് അടിപൊളിയാണ്. കഴിച്ചിട്ട് ചൂടുണ്ട്. കുലാവി പായസമാണത്. കരിമ്പ് ജ്യൂസ് തന്നിട്ട് അക്ക് പറയാണ് ലാസ്റ്റ് സിപ്പാണ് വേണമെങ്കിൽ കുടിച്ചു വന്നു. ഞങ്ങൾ പോവല്ലേ നാളെ എന്നാണ് ഉദ്ദേശിച്ചത്. ലാസ്റ്റ് കുടിയെന്നൊക്കെ പറഞ്ഞ് എന്താക്കോ? എന്താ നടക്കി വേണോ? വണ്ടി കയറണോ? അത് ഇത്തിരി നന്നയ്ക്ക് കൊടുത്ത കരിമ്പ് ജ്യൂസ്. കുലാവി കുലാവി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താന്നാ പറഞ്ഞ പണ്ട് അമ്മമാര് കുട്ടികളെ പറ്റി കണ്ടേ കൊടുക്കുന്ന സാധനം അതാണോ? ഇന്ന് റിച്ചാ ഗോതമ്പൊക്കെ ഇട്ടുള്ള സാധനം അടിപൊളി. ആയിക്കോട്ടെ എനിക്ക് വേണ്ട കേറി കണക്കല്ല എന്റെ കുട്ടിക്കാ.